നമസ്കാരം. വളരെ വിഷമത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. നമുക്കേവർക്കും അറിയാം, കർണാടകയിലെ ഷുരൂർ എന്ന പ്രദേശത്ത് നാഷണൽ ഹൈവേ 66 ഉണ്ടായ മണ്ണിടിച്ചിലും അതിൽ അകപ്പെട്ട അർജുൻ്റെ വാർത്തകളും നമ്മൾ ദിവസേന വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ അർജുൻ എന്ന വ്യക്തി കോഴിക്കോട് നിന്നുള്ള ഒരു ട്രക്ക് ഡ്രൈവറാണെന്ന് നമുക്കറിയാം. ഈ അർജുൻ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ ഒരു അംഗമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു സംഭവം നടന്നിട്ട് ഇന്നേക്ക് 8 ദിവസത്തിൽ കൂടുതലാകുന്നു. ഓരോ ദിവസവും രാവിലെ രക്ഷാപ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മൾ അർജുനെ കണ്ടെത്തും എന്ന പ്രതീക്ഷയോടു കൂടിയാണ് ഓരോ മലയാളികളും ഇപ്പോൾ കഴിച്ചുകൂട്ടുന്നത്. നമുക്ക് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയും ദിവസം പിന്നിട്ടിട്ടും എന്ത് നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത്? ഫലപ്രദമായ ഒന്നും നടത്താൻ കഴിഞ്ഞില്ല എന്ന് തന്നെ ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ ഒരു മലയാളി ഈ ഒരു സംഭവത്തിൽ അകപ്പെട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും നമ്പർ 1 സംസ്ഥാനമാണ് നമ്മുടേത് എന്ന് അഭിമാനം കൊള്ളുന്ന കേരളത്തിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തികൾ പോലും ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് പോവുകയോ വേണ്ട നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ സഹായങ്ങളോ ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മളെ ലജ്ജിപ്പിക്കുന്നു. നിരവധി സംവിധാനങ്ങൾ നമുക്കുണ്ട്. അടുത്തിടെ ഗൾഫ് രാജ്യത്തുണ്ടായ ഒരു അപകടത്തിൽ അങ്ങോട്ട് പോകാൻ കേന്ദ്രത്തിൽ നിന്നും അനുമതി കിട്ടിയില്ല എന്ന പേരിൽ മുതലക്കണ്ണിയിലൊഴുക്കിയ ഒരു മന്ത്രി ഉള്ള നാടാണിത്. എന്തായിരിക്കാം ഇതിന് പിന്നിലുള്ളത്? ഒരു മന്ത്രിയുടെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയോ മകനാണ് ഈ ഒരു അവസ്ഥ വന്നതെങ്കിൽ ഈ സംവിധാനങ്ങളെല്ലാം എവിടെ ഓടിയെത്തുമായിരുന്നില്ലേ? ഈ ഒരു മലയാളി ഈ ഒരു സംഭവത്തിൽ അകപ്പെട്ടിട്ടും ഇതുവരെ കൃത്യമായ അല്ലെങ്കിൽ ആശ്വാസകരമായ ഒരു വാർത്ത ഇതുവരെ കേട്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇനി എത്ര ദിവസം നമുക്ക് ഈ അർജുന് വേണ്ടി കാത്തിരിക്കാൻ സാധിക്കും? അദ്ദേഹം ആ ഒരു സ്പോട്ടിൽ ഉണ്ടായിരുന്നോ? ആ ഒരു സ്പോട്ടിൽ കണ്ടതായി പല ഡ്രൈവർമാരും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിനുശേഷം അവിടെ നിന്ന് വിട്ടുപോയോ, മണ്ണിനടിയിൽ പെട്ടുപോയോ, അതോ പുഴയിലേക്ക് ഒഴുകിപ്പോയോ തുടങ്ങിയ യാതൊന്നും നമുക്കറിയാൻ കഴിയുന്നില്ല. നമുക്കിന്ന് ചന്ദ്രനിൽ നിന്നും സൂര്യനിൽ നിന്നും വരെ സിഗ്നലുകൾ കിട്ടുന്ന ഈ സമയത്ത്, ഈ ടെക്നോളജി ഇത്രയും വികസിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത്, ഈ ഒരു മണ്ണിനടിയിൽ കിടന്ന ഒരു വ്യക്തിയെ കണ്ടെത്താനുള്ള ടെക്നോളജി ഇല്ലാത്ത ഒരു രാജ്യമാണോ നമ്മുടേത്? അതോ മനഃപൂർവ്വം ഇതൊന്നും പ്രാവർത്തികമാകാത്തതാണോ? ലേയിലും അതുപോലെ ലഡാക്കിലുമൊക്കെ ദുർഘടമായ പ്രദേശത്ത് ഏറ്റുമുട്ടലുകളും ഒക്കെ നടത്തി വിജയിച്ചിട്ടുള്ള, ഇത്തരത്തിലുള്ള അപകടഘട്ടങ്ങൾ അതിജീവിച്ചിട്ടുള്ള പട്ടാളക്കാർ തന്നെയാണ് നമ്മുടേത്. നമുക്ക് ഇവിടെ വെള്ളപ്പൊക്കങ്ങളും അതുപോലെയുള്ള ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ മത്സ്യത്തൊഴിലാളികൾ വരെ അതിൽ ഏറ്റെടുത്ത് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു നാടാണിത്. നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് അടുത്തുള്ള സംസ്ഥാനത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് എക്യുപ്ഡായിട്ടുള്ള JCB ആയാലും മറ്റുള്ള സംവിധാനങ്ങളായാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് അടുത്തുള്ളത്. അങ്ങോട്ടേക്ക് എത്തിപ്പെടാനോ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകാനോ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും മറ്റും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരം തന്നെയാണ്. ഇനി എത്ര നാൾ നമുക്ക് അർജുന് വേണ്ടി കാത്തിരിക്കണം? ഓരോ ദിവസവും നമ്മൾ ഉണർന്നിരിക്കുന്നത് ന്യൂസ് ചാനലിലൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നതും ഈ അർജുനെ കണ്ടെത്തിയോ ഇല്ലയോ എന്നുള്ള വാർത്ത അറിയാൻ വേണ്ടിയാണ്. ഇത്രയും ദിവസം പിന്നിട്ടു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ജീവനോടെയുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു വാർത്തകളും നമുക്കറിയാൻ സാധിക്കുന്നില്ല. ഈ മണ്ണിനടിയിൽപ്പെട്ട ഈ പാവപ്പെട്ട മനുഷ്യനെ കണ്ടെത്താനതിനും അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിനും നമ്മുടെ കേരള സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും വേണ്ട നടപടികൾ ഇനിയെങ്കിലും സ്വീകരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മൾ ഓരോ മലയാളികളും പ്രാർത്ഥനയോടെ അർജുൻ്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം.